ഷാനവാസ് അനീഷിനോട് ഈ കാണിച്ചത് വളരെ മോശം പ്രവൃത്തിയായിപ്പോൾ. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഷാനവാസ് ലാലറിൻ്റെ എപ്പിസോഡിൽ എൻ്റെ മിത്രമാണ് അനീഷ്, അവൻ്റെ ഉള്ളിൽ പിന്നെന്താ ഹൃദയം കല്ലായിരുന്നു, ഞാനത് കുത്തിപ്പൊട്ടിച്ചു, ഇപ്പോൾ അവിടെ പളുങ്ക് പാത്രമാണ്, അവനിപ്പോൾ നല്ലൊരു മനുഷ്യനായെന്നൊക്കെ പറഞ്ഞ് വെച്ച് കീച്ചെന്ന് കാണാം, മിത്രമേ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഷാനവാസ് ഒരു തഞ്ചം കിട്ടിയപ്പോൾ അനീഷിനെതിരെ തിരിഞ്ഞു കൊത്തി. ഷാനവാസിൻ്റെ ഇരട്ടത്താപ്പ് എൻ്റെ ബൊന്നയെ നമിച്ചു. സംഭവം ഇതാണ്. അതായത് ഡൈനിങ് ഏരിയയിൽ അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷാരികയും നൂറയും തമ്മിലൊരു വഴക്ക് നടക്കുന്നത്. ഷാരിക പോകുന്നു, നൂറ ആ വിഷയം മാറ്റർ വിട്ടു. അതിനുശേഷം അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് ചോദിക്കുക, അനീഷ് എന്താ അതിലൊന്ന് ഇടപെടാൻ ഇങ്ങനെ സൈലൻ്റ് ആയിപ്പോയത്? ഞാനിങ്ങനെ ഇത്തരം കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല എന്ന് അനീഷ് പറഞ്ഞു. അപ്പോൾ ഷാനവാസ്, അങ്ങനെയാണ് നീ നേരത്തെ പറഞ്ഞല്ലോ ഒരു വഴക്കൊക്കെ നിർത്തും, നീ ഭയങ്കര ഇവിടെ കച്ചറ ഉണ്ടാക്കുന്ന ഒരാൾ, അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നപാടേ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മുൻഷി രഞ്ജിത്ത് നിൽക്കുന്നത്. മുൻഷി രഞ്ജിത്ത് അവൻ ആദ്യമേ നിലപാടില്ലല്ലോ, അന്ന് മുതലേ നിലപാടില്ലാത്ത ഒരാളല്ല അനീഷ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനൊപ്പം കൂടുന്നത്. ഷാനവാസ് നിൻ്റെ ഇരട്ടത്താപ്പാണ്, നീ ആദ്യം ഒന്ന് പറയും പിന്നെ മാറ്റി പറയും, നിൻ്റെ എല്ലാ കള്ളവും ഞാൻ പൊളിക്കും, എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിൻ്റെ അടുത്ത് ചോദിക്കാണ്ട്, നീ നാട്ടുകാരെ പേടിക്കുന്നുണ്ട്, നിൻ്റെ അനിയനെ വിളിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി അനിയനെ വിളിച്ച് നാട്ടിലേക്ക് വരുന്നതിൽ നാട്ടുകാരെ പേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച കാര്യമൊക്കെ എനിക്കിപ്പോൾ അറിയണമെന്ന് പറഞ്ഞ് ഷാനവാസം കൂടെ നിരത്തെ കാര്യം. അപ്പോൾ അനീഷ് പറഞ്ഞു, അവിടെ 100 ദിവസം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അവർക്ക് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല, പുറത്തേക്ക് ഏത് രീതിയിലാണ് പോയെന്ന്. അയ്യൊരു വെപ്രാൾ ആൾക്കാർക്കുണ്ടാവും, ജനങ്ങൾ എങ്ങനെ എടുത്തു നമ്മളെ എന്നൊക്കെ ഉള്ളതുണ്ടാവും. ഷാനവാസിനും ഉണ്ടാകുമല്ലോ അത്. എന്നാൽ അനീഷ് അത് പറഞ്ഞതിനാണ് ഷാനവാസ് ഇത്ര വലിയ കുറ്റമായിട്ട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ഷാനവാസ്, നീ ഇപ്പോൾ അത് ഇടപെട്ട് ആദ്യം ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഷാരിക അനുമോളെ വിഷയത്തിൽ. അപ്പോൾ അനീഷ് അവിടെ പറയുന്നുണ്ട്, ഗസ്റ്റുകളായിട്ട് വന്നതല്ലേ ഷാരിക, അപ്പോൾ അവർ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കും, നമ്മളതിൽ ഇടപെടേണ്ട, അത് ഗസ്റ്റുകളല്ലേ, ഞാൻ നേരത്തെ ഇടപെട്ടത് എല്ലാവരും മത്സരാർത്ഥികൾ കൊണ്ടായതുകൊണ്ട് ഇടപെട്ടതാണ്. ഇതെന്താണ് ഷാനവാസ്? ഒരു തരം കിട്ടുമ്പോൾ മിത്രമേ എന്ന് അത്രയും സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഷാനവാസ് ഒരു തരം കിട്ടുമ്പോൾ അനീഷിനെ മാക്സിമം അടിച്ചു താത്തി. അനീഷ് ഒരു ഇരട്ടത്താപ്പുകാരനാണ്, അതായത് തരം കിട്ടുമ്പോൾ വാക്ക് മാറ്റി പറയുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ മോശം ക്യാരക്ടറൊക്കെ അനീഷിനെ ചിത്രീകരിക്കാൻ ഒരു ചാൻസ് കിട്ടിയത് ഷാനവാസ് മുതലാക്കുന്ന പോലെയാണ് എനിക്കത് തോന്നുന്നത്. ഒരു മിത്രമാണെങ്കിൽ അങ്ങനെയൊന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല.